വികസനത്തിന്റെ പ്രകാശം കേരള സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളിലും ഊർജം പകർന്ന ഒരു വർഷമാണ് പിന്നിടുന്നത്. മുന്നോട്ടു പോകുവാനും കരുത്താർജിക്കുവാനും ഭാവിയിലേക്ക് കുതിക്കുവാനുമുള്ള അഭിവാഞ്ച നിറഞ്ഞ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും കൊണ്ട് ഭരണത്തിന് അടിത്തറയിട്ട വർഷം. തൊഴിൽ രംഗത്ത് നടപ്പിലാക്കിയ പല നൂതന പരിപാടികളും അധ്വാനിക്കുന്ന ജനതയ്ക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ്. തൊഴിലാളികൾക്കും പൊതുസമൂഹത്തിനും ഒരു പുത്തൻ അനുഭവം നൽകാനും ആത്മവിശ്വാസം സൃഷ്ടിക്കുവാനും ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. സംസ്ഥാനത്തെ എക്കാലത്തെയും വിവാദ വിഷയമായിരുന്ന നോക്കുകൂലി, അമിത കൂലി ഈടാക്കൽ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. തൊഴിലാളികൾ ശത്രുക്കളല്ല, മറിച്ച് സഹായിക്കാനെത്തുന്ന മിത്രങ്ങളാണെന്ന് ഏറ്റുപറയിക്കാൻ തൊഴിൽ വകുപ്പിനായി. ലേബർ ബോർഡ് അംഗീകരിച്ച കൂലിയും അതിൻ്റെ വ്യവസ്ഥകളും മറ്റുള്ള കാര്യങ്ങളുണ്ട്. അത് പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകണം. ഷിബു ബേബി ജോൺ സാറാണ് വന്നിട്ട് ഞങ്ങൾ ചെയ്തതിനുള്ള ഒരു പ്രത്യുപകാരം എന്നുള്ള അന്ന് ക്രിസ്മസ് സമയമായിരുന്നു. അപ്പോൾ കേക്ക് കൊണ്ട് തരികയും ഞങ്ങളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. പ്രവർത്തിക്കുക, നിയമം മുറുകെ പിടിക്കുക എന്ന ഭരണതത്വം മുൻനിർത്തിക്കൊണ്ടുള്ള ശൈലിക്ക് ഫലം കണ്ടു തുടങ്ങി. നോക്കുകൂലി, അമിത കൂലി ഈടാക്കൽ സംബന്ധിച്ച് ഉയർന്നുവരുന്ന പരാതികൾ അപ്പോൾ തന്നെ പരിഹരിക്കുന്നതിനു വേണ്ടി ലേബർ ഹെൽപ്പ് ലൈൻ സ്ഥാപിച്ചു. വീട്ടു സാധനങ്ങൾ കയറ്റർക്ക് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കാൻ ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയതിൻ്റെ പ്രയോജനം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് തർക്കം വന്നാലും ടോൾ ഫ്രീ നമ്പർ വിളിക്കുകയും ഉടനെ അധികാരികൾ ഇടപെട്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനുള്ള സംവിധാനം പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. അത് വളരെ ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിന് വളരെ സഹായകരമായിട്ടുണ്ട്. ഹെൽപ്പ് ലൈനിലൂടെ ഉയർന്നു വരുന്ന പരാതികൾ 24 മണിക്കൂറുകൾക്കുള്ളിൽ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടു കഴിഞ്ഞു. ഹെൽപ്പ് ലൈനിലൂടെ ലഭിച്ച എല്ലാ പരാതികളും പരിഹരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇവിടെ ചുമതലകൾ ഉണ്ടായിരുന്നു. അവർ വളരെ ഭംഗിയായി സാധനങ്ങൾ 1 മണിക്കൂർ കൊണ്ടാണ് ഇറക്കി തന്നത്. ഞാൻ ഓരോ സാധനവും എവിടെ വയ്ക്കണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടുവച്ചു തന്നു. അവരുടെ പെരുമാറ്റം വളരെ നല്ലതായിരുന്നു. അവരിത് ഇറക്കി കഴിഞ്ഞ ശേഷം ഞാൻ എത്ര രൂപ വേണമെന്ന് വെച്ചപ്പോൾ 2000 രൂപയെന്ന് പറഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അത് കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ തൊഴിലാളി നിയമം എല്ലാവർക്കും വളരെ പ്രയോജനകരമാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളെ നോക്കുകൂലി വിമുക്ത ജില്ലകളായി പ്രഖ്യാപിച്ചു. മറ്റ് 3 ജില്ലകളിൽ കൂടി ഏകീകരിച്ച കൂലി നടപ്പിലാക്കി കഴിഞ്ഞു. ഉടൻ തന്നെ ഈ ജില്ലകളെയും നോക്കുകൂലി വിമുക്ത ജില്ലകളായി പ്രഖ്യാപിക്കും. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഈ മേഖലയിലെ പ്ലാന്റേഷൻ ഹൗസിംഗ് പദ്ധതിക്ക് സർക്കാർ നടപ്പ് വർഷം തുടക്കം കുറിക്കും. ഇതിനായി ഇടുക്കി ജില്ലയിൽ സ്ഥലം കണ്ടെത്തുന്നതിനും പദ്ധതി തയ്യാറാക്കുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് പൂർത്തീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2013 ഏപ്രിൽ 1 മുതൽ എല്ലാ ക്ഷേമനിധി ബോർഡുകളിലെയും പെൻഷൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം വിതരണം ചെയ്യുവാനുള്ള നടപടികളുമായി തൊഴിൽ വകുപ്പ് മുന്നേറുകയാണ്. ഇതുമൂലം പെൻഷൻ വിതരണത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ധനസഹായങ്ങൾ വേഗം ലഭ്യമാക്കുന്നതിനും സാധിക്കും. തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അനർഹർ തട്ടിയെടുക്കുന്നതായും ക്ഷേമ പെൻഷനുകൾ അനർഹർക്ക് ലഭിക്കുന്നതുമായുള്ള പരാതികൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടിലൂടെ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിന് ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയുമാണ്. ഇതിനോടകം തന്നെ ഈ മേഖലയിലുണ്ടായ സമരങ്ങളിൽ സർക്കാർ നേരിട്ടിടപെട്ട് അനുനയത്തിലൂടെ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഞങ്ങളുടെ ശമ്പള പരിഷ്കരണവും മുന്നോട്ട് നടപ്പാക്കും. ഗവൺമെൻറ് അതിന് മുൻകൈ എടുക്കുമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ESI ആനുകൂല്യങ്ങൾ, പെൻഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ അതിയായി പ്രതീക്ഷിക്കുന്നു. ഒരു നഴ്സെങ്കിലുമില്ലാത്ത കുടുംബം കേരളത്തിൽ ഉണ്ടാവില്ലെന്ന തിരിച്ചറിവ്
ഈ ഭരണനേട്ടത്തിൻ്റെ പ്രശസ്തിക്ക് പൊൻതൂവലാവുന്നു. ചിയാക്കിൻ്റെ സ്മാർട്ട് കാർഡ് നേടിയിട്ടുള്ളവർക്ക് ചികിത്സാ സഹായം ഒരു സാന്ത്വന സ്പർശമാണ്. ഈ കാർഡും കൊണ്ട് കഴിഞ്ഞ മാസം 11-ാം തീയതി എൻ്റെ ഭാര്യ ഷാനിവ ബേബിയും ക്യാൻസർ മൂലം ഞാൻ ഇവിടെ കൊണ്ടുവന്നു RCCയിൽ. ഈ കാർഡ് കാണിച്ച് 65,000 രൂപയുടെ ചികിത്സാ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫ് എന്ന ഖ്യാതിയോടെ കേരളം മുന്നേറുന്നത് നമ്മുടെ കൺമുന്നിൽ നാം കാണുന്നതാണ്. സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതിൻ്റെ ഭാഗമായി നിയമനിർമ്മാണം നടത്തും. കേരള കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ് ആക്ട് 2012 നടപ്പുവർഷം നിലവിൽ വരും. തൊഴിലാളികളുടെയും ഇവരെ തൊഴിലിന് നിയോഗിക്കുന്ന തൊഴിൽ ഉടമകളുടെയും രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. ഇതിലേക്കായി 14 ജില്ലകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിക്കും. അന്യസംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾക്കായി ഒരു പുനരധിവാസ പദ്ധതി നടപ്പുവർഷം തുടക്കം കുറിക്കും. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായുള്ള പാർപ്പിട സൗകര്യമാണ് തയ്യാറാക്കുക. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ പദ്ധതി നടപ്പിൽ വരുത്തുക. BOT മാതൃകയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യപടിയെന്ന നിലയ്ക്ക് തിരുവനന്തപുരം ജില്ലയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഫയലുകളുടെ കൂമ്പാരമായും തൊഴിലില്ലാത്തവരുടെ ക്യൂ അവിടെ നീണ്ടു വരുന്നതുമായ കാഴ്ചകൾ ഇനി ഉണ്ടാവില്ല. പുതിയ കാലത്തിൻ്റെ തൊഴിൽ നയവും സമ്പ്രദായവും ആവിഷ്കരിച്ചു കഴിഞ്ഞു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ തൊഴിൽ രഹിതരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനുള്ള സ്ഥാപനം എന്ന നിലയിൽ നിന്നും അവരെ തൊഴിലിന് പ്രാപ്തരാക്കുന്ന തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ എന്ന നിലയിലേക്ക് പരിവർത്തനം ചെയ്തു വരുന്നു. ഇവിടെ തൊഴിൽ തേടി വരുന്നവരെ വിലയിരുത്തി വിശകലനം ചെയ്ത് അഭിമുഖം നടത്തി യോഗ്യരാണെങ്കിൽ തൊഴിൽശാലകളിലേക്ക് നിയമിക്കുവാൻ പര്യാപ്തമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തൊഴിലിന് പര്യാപ്തമല്ലാത്തവരെ തഴയുന്നതിന് പകരം അവർക്ക് വേണ്ട ട്രെയിനിങ് നൽകുവാനും സംവിധാനമുണ്ടാക്കും. സംസ്ഥാനത്തെ ITIകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തി. കേരളത്തിൽ ആദ്യമായി ITIകളിൽ വെർച്വൽ ക്ലാസ് റൂം സംവിധാനം കൊണ്ടുവന്നു. അന്താരാഷ്ട്ര അംഗീകാരമായ ISO സർട്ടിഫിക്കേഷൻ ITIകൾക്ക് ലഭ്യമാക്കുന്നതിന് സാധിച്ചു. ITIകൾ നവീകരിക്കുന്നതിനോടൊപ്പം തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് പാഠ്യപദ്ധതികളിൽ സമ്പൂർണ്ണമായ പൊളിച്ചെഴുത്ത് നടത്തി. സൂററ്റിലും ഡൽഹിയിലുമുള്ള ക്യാമ്പസുകളിലെ മികവുറ്റ ഫാക്കൽറ്റികൾക്ക് നമ്മുടെ ITI ക്ലാസ് മുറികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വെർച്വൽ പാഠ്യരീതി കൊണ്ട് സാധ്യമാകും. ഞാൻ ഒരു ഇലക്ട്രോണിക്സ് ട്രെയിനിയാണ്. എൻ്റെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് വെച്ചാൽ ദിവസം എന്നും ഓരോ ദിവസവും ഓരോ ടെക്നിക്കുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ITയിലുള്ള എല്ലാ ടീച്ചേഴ്സിനും ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കിട്ടണമെന്നില്ല. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ ക്ലാസ് ഉദ്ഘാടനം ചെയ്തപ്പോഴത്തേന് കഴക്കൂട്ടം ITയിലെ നമ്മളും കോഴിക്കോട് ITയിലെ പിള്ളേരും തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിരുന്നു. അപ്പം സപ്പോസ് ഇപ്പം പുതിയ ടെക്നിക്സുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള അവയർനെസ് അവിടുത്തെ ടീച്ചേഴ്സിനുണ്ട്. ഉണ്ടെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരികയും നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു. ചവറയിൽ നടന്ന ജോബ് ഫെസ്റ്റ് പുതിയ തൊഴിൽ സങ്കല്പങ്ങളുടെ തുടക്കമായിരുന്നു. 20,000-ലേറെ പേർ തൊഴിൽ തേടിയെത്തിയ ഫെസ്റ്റിവലിൽ നിരവധി പേർക്ക് പ്ലേസ്മെന്റുകൾ ലഭിച്ചതും 100-ലേറെ കമ്പനികൾ ജോബ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതും വലിയ നേട്ടമായി. ഇത്തരത്തിലുള്ള ജോബ് ഫെസ്റ്റുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കും. 2022 500 ദശലക്ഷം പ്രത്യേക പരിശീലനം സിദ്ധിച്ച യുവത്വത്തെ സൃഷ്ടിക്കുക എന്ന ഭാരത സർക്കാരിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും അതിൽ കൂടുതൽ സംഭാവന നൽകുന്നതിനുമായി കേരളം തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ് സ്ഥാപിച്ചു. ഇതിൻ്റെ മേൽനോട്ടത്തിൽ വ്യത്യസ്ത മേഖലകളിൽ സ്കിൽ അക്കാഡമികൾ നിലവിൽ വരും. സ്വദേശത്തും വിദേശത്തും നിരവധി തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തി യുവാക്കളെ സജ്ജരാക്കുന്ന നടപടികൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി ചെയർമാനും തൊഴിൽ മന്ത്രി വൈസ് ചെയർമാനുമായുള്ള കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ് എന്ന സ്ഥാപനത്തെ നയിക്കുന്നത് രാജ്യത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന പ്രമുഖരാണ്.
ഒരു വർഷക്കാലമെന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാലയളവല്ല. തൊഴിൽ മേഖലയിലും വ്യാവസായിക പരിശീലന മേഖലയിലും നിരവധി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തൊഴിലാളി സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും പല മേഖലകളിലും മിനിമം വേതനം നൽകുന്നുണ്ടായിരുന്നില്ല. മിനിമം വേതനം നടപ്പിലാക്കുന്നതിലെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പൂർണ്ണമായും ബാങ്ക് വഴി നടപ്പിലാക്കാനാണ് തീരുമാനം. ഈ ഫിനാൻസ് കമ്പനികൾ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള, നോൺ ബാങ്കിങ്ങും അല്ലാത്ത ഫിനാൻസ് കമ്പനികൾ, ജുവലറീസ്, അൺഎയ്ഡഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ തുടങ്ങി ഒരു 7 സെക്ടർ ഈ വർഷത്തേക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യം അന്നേരം അതിനൊരു നിയമത്തിൻ്റെ പിൻബലം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന് അനുയോജ്യമായ ഒരു നിയമത്തിൻ്റെ പിൻബലം കൊണ്ടുവരും. അതുവഴി കേരളത്തിൽ ഈ അടുത്ത 4 വർഷം കൊണ്ട് എല്ലാ മേഖലയിലും, ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മൾ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിലാണ് നടക്കുന്നത്. ഈ എല്ലാവർക്കും അന്നേരം ബാങ്ക് വഴി ശമ്പളം കൊടുക്കാനും അതിൻ്റെ ഒരു കോപ്പി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് ഓട്ടോമാറ്റിക്കായിട്ട് ഫയൽ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അന്നേരം ഇതിൻ്റെ മിനിമം കൂലി കൊടുക്കാത്തത് അല്ലെങ്കിൽ മറ്റ് തൊഴിൽ നിയമങ്ങളുടെ നിഷേധം, ESI, PF അടക്കം കൊടുക്കാത്തതെല്ലാം അവിടെ തന്നെ ബോധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ നിലയിലേക്ക് ഇത് പോകുന്നു. ആധുനിക കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നാം തയ്യാറായേ മതിയാകും. തൊഴിലാളികൾക്കും തൊഴിൽ സമൂഹത്തിനും ഒരു പുത്തൻ ഉണർവ് നൽകാനും ഒരു നല്ല തൊഴിലുടമ ബന്ധം നിലനിർത്താനുമാണ് നാം ശ്രമിക്കേണ്ടത്. ഇതിനുള്ള കാൽവയ്പ്പുകളാണ് നാളെയുടേത്.